ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഇന്ന് മധ്യപ്രദേശിൽ. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ അടുത്ത 4 ദിവസം കൂടി ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് KSEB. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന നടപടിക്ക് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും വിവിധ ഇടങ്ങളിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലാണ് പ്രചാരണം നയിക്കുക. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ മാധ, ഒസ്മാനാബാദ്, ലാത്തൂർ എന്നിവിടങ്ങളിൽ NDA തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. തെലങ്കാനയിലെ സഹീറാബാദ് ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത് ഷാ ഇന്ന് പശ്ചിമബംഗാളിലാണ് പ്രചാരണം നടത്തുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് പശ്ചിമബംഗാളിൽ റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിലെ ഭിണ്ടിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ഛത്തീസ്ഗഡിലും കർണാടകയിലും വിവിധ ഇടങ്ങളിൽ പ്രചാരണ പരിപാടികൾ നടത്തും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്നലെ കർണാടകയിലെ ഗുൽബർഗിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു. NCP സ്ഥാപക നേതാവ് ശരത് പവാറും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്രയിൽ പ്രചാരണം ശക്തമാക്കി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആഗ്രയിലും ഹത്രസിലും ഇന്നലെ റാലികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചാൽ സംവരണം ഇല്ലാതാകുമെന്ന തരത്തിൽ കോൺഗ്രസ് ദുഷ്പ്രചാരണം നടത്തുകയാണെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ. ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ഗുവാഹട്ടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. SC, ST, OBC സംവരണത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് BJPക്കുള്ളതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് റീപോളിംഗ്. ഉഖ്രുൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിലും സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് ഇന്ന് രാവിലെ 7 മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഈ മാസം 26-ന് ഇവിടെ നടന്ന വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് റീപോളിംഗ് നടക്കുന്നത്. 3ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 സീറ്റുകളിൽ മെയ് 7-നാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലും ഗോവയിലും മെയ് 7-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുക. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റിലും 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 28 സീറ്റുകളുള്ള കർണാടകയിലെ 14 സീറ്റുകളിൽ ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടന്നിരുന്നു. മഹാരാഷ്ട്രയിൽ 11ഇടത്തും UPയിൽ 10 സീറ്റിലും മെയ് 7-നാണ് വോട്ടെടുപ്പ്. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പൊതുപരിപാടിയിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം ഉയർന്നതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഡൽഹിയിലെ കനേഡിയൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ നേരിട്ട് വിളിച്ചുവരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത്. വിഘടനവാദത്തിനും തീവ്രവാദത്തിനും അക്രമത്തിനും കാനഡയിൽ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യ കാനഡ ബന്ധത്തെ ബാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഖാലിസ്ഥാനി ഭീകരൻ ഗുർപത് വന്ത് സിംഗ് പന്നുവിനെ വധിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടതായി അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ അടുത്തിടെ വന്ന റിപ്പോർട്ട് തള്ളി ഇന്ത്യ. അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണിതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സംഘടിത കുറ്റവാളികൾ, ഭീകരർ തുടങ്ങിയവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് US സർക്കാർ പങ്കുവയ്ക്കുന്ന സുരക്ഷാ ആശങ്കകൾ നിരീക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അന്വേഷണം തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ഊഹാപോഹവും നിരുത്തരവാദപരവുമായ അഭിപ്രായങ്ങളും നല്ലതല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് കേസിൽ ഇന്നലെ വാദം കേട്ടത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് കേജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഉയർത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് തെലങ്കാനയിൽ 4 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. ബിജെപി അധികാരത്തിലെത്തിയാൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം എടുത്തുമാറ്റുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നാരായൺപൂർ ജില്ലയിലെ അബുജ്മഠ് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 39 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 2 വരെ അടച്ചിടും. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അങ്കണവാടികൾക്ക് ഒരാഴ്ചത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിൽ അടുത്ത 4 ദിവസം കൂടി ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലുൾപ്പെടെയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പശ്ചിമബംഗാൾ, സിക്കിം, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം കിഴക്കേ ഇന്ത്യയിൽ 1 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെയും മധ്യ ഇന്ത്യയിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണമെന്ന് കെഎസ്ഇബി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കെഎസ്ഇബിയുടെ നിർദ്ദേശം. ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാർ സംഭവിച്ചതായും ഓവർലോഡ് കാരണമാണ് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതെന്നും കെഎസ്ഇബി വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ കെഎസ്ഇബി നാളെ ഉന്നതതല യോഗം ചേരും. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലെ മാത്രം 11.31 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ താറാവുകളെയും മറ്റു പക്ഷികളെയും കൂട്ടത്തോടെ കൊന്നു കുഴിച്ചുമൂടുന്ന നടപടിക്ക് തുടക്കമായി. ഇതിനായി ദ്രുതകർമ്മസേനയെ നിയോഗിച്ചിട്ടുണ്ട്. എടത്വ പഞ്ചായത്ത് 10-ാം വാർഡിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7-ാം വാർഡിലും തകഴി ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ഏക്ന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 7 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ബംഗ്ലാദേശിലെ സിൽഹട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ചൈനയിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ച ഇന്ത്യ ഗ്രൂപ്പ് സി മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിനെ 5-0 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. മലയാളി താരം HS പ്രണോയ് ഹാരി ഹുവാങ്ങിനെയും കിരൺ ജോർജ് കല്യാൺ ചോളനെയും കിഡംബി ശ്രീകാന്ത് നദീം ദാൽവിയെയും നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ISL 2ാം പാദ സെമിയിൽ FC ഗോവയെ പരാജയപ്പെടുത്തി മുംബൈ സിറ്റി ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മുംബൈയുടെ വിജയം. മെയ് 4-ന് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ മുംബൈ സിറ്റി മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 288 പോയിന്റ് ഉയർന്ന് 74,960-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 103 പോയിന്റ് നേട്ടത്തിൽ 22,746-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം രാജ്യത്ത് ശക്തമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഇന്ന് മധ്യപ്രദേശിൽ. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ അടുത്ത 4 ദിവസം കൂടി ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് കെഎസ്ഇബി. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന നടപടിക്ക് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.